ഹായ്, നമുക്കിന്ന് കുറേ വിശേഷങ്ങൾ കണ്ടിട്ട് വന്നാലോ. എല്ലാം കൂടെ ഈ വീഡിയോയ്ക്കകത്തുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ പോയത് തോപ്പിലാണ് കേട്ടോ. തോപ്പിൽ പോയത് അച്ചാച്ചന് നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് നമ്മുടെ വിരാട് കോഹ്ലിയുടെ കാതുകുത്തില്ലായിരുന്നു. അതായത് കാതുകുത്തല്ല, ഓൾറെഡി വിരാട് കോഹ്ലി ഒരു റിങ്സും ഒരു സ്റ്റഡും കൂടെ ഉള്ളത്. നമുക്ക് അതുപോലെ തന്നെ ഇൻസ്പയർഡ് ആയിട്ട് അതുപോലെ കുത്താൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. ഓൾറെഡി അച്ചാച്ചൻ കാത് കുത്തിയിട്ടുണ്ട്, ഒരു സ്റ്റഡ് കിടപ്പുണ്ട്. അത് ഡയമണ്ടിൻ്റെ കിടക്കുന്നത് റിവേഴ്സിബിൾ ആയിട്ട് ഇരുന്ന ടൈപ്പ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുത്താനായിട്ട് നോക്കി. ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച ആദ്യം, പക്ഷേ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം എടുക്കുന്നതാണെങ്കിൽ പിന്നെ പുതിയ കമ്മൽ ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങനെ തന്നെ കുത്താമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് റിവേഴ്സിൽ കുത്തിയിട്ട് ഊരിയിടാൻ അപ്പം പറ്റിയില്ല. കുറച്ച് നേരം കഴിഞ്ഞ് ഒരു പിറ്റേ ദിവസം വന്നു ഞങ്ങൾ മാറിയിട്ടേന്ന് തോന്നുന്നു കമ്മൽ. അതുകൊണ്ടാണ് ആ സൈഡ് ഇങ്ങനെ വലുതായിട്ടിരിക്കുന്നത് കേട്ടോ. പുറകോശം ആണിവശമാണ് ഫ്രണ്ടിലോട്ട് നിൽക്കുന്നത്. നല്ല രസമില്ലേ കാണാൻ വേണ്ടി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത് എൻ്റെ ആഗ്രഹത്തിന് കുത്തിയാണ് കേട്ടോ. സാധാരണ അച്ഛൻ്റെ ആഗ്രഹത്തിൽ ഞാൻ എല്ലാം പോയി കുത്തുന്നത്. എൻ്റെ മൂക്ക് കുത്തിയതായിക്കോട്ടെ, എനിക്ക് മേക്കാതെ കുത്തിയതായിക്കോട്ടെ, എല്ലാം അച്ഛൻ്റെ ആഗ്രഹത്തിന് കുത്തിയത് കേട്ടോ. കല്യാണത്തിന് മുന്നാണ് എന്നെ കൊണ്ട് ആഗ്രഹത്തിന് പുറത്ത് മേക്കാതെ ഒരു കുത്തിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ചേട്ടായിക്ക് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഭയങ്കര ആഗ്രഹിച്ചിരുന്ന അടുത്താണ് നമ്മൾ ചേട്ടായിക്ക് ഒരു ഹീറോയുടെ വണ്ടിയാണ് കേട്ടോ എടുത്തത്, നമ്മുടെ സ്പ്ലെൻഡർ. അത് പുതിയ എഡിഷൻ കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് പാർക്കിലേക്കാണ്, നമ്മുടെ മുനിസിപ്പൽ പാർക്കിലോട്ട് ചങ്ങനാശ്ശേരിയിൽ. അവിടെ പോയി ഒന്ന് ബോട്ടിംഗ് ഒക്കെ ചെയ്ത് പിള്ളേരുമായിട്ട് കുറേ ടൈം എൻജോയ് ചെയ്ത്. കാരണം വെക്കേഷനായിട്ട് നമ്മളങ്ങനെ അധികം സ്ഥലത്തൊന്നും പോയില്ല. കാരണം നമ്മൾ കടയിൽ എപ്പോഴും തിരക്കാണ് നമ്മളപ്പം. അതുകൊണ്ട് കുറേ ടൈം അവരോടെ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറേ കലാപരിപാടികൾ ഉണ്ടായിരുന്നു അവിടെ. കുറച്ച് നൈറ്റ് ആയിട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഇതിൻ്റെ പുറത്തിരുന്നിട്ട് ഒരു സ്പീഡിൽ അച്ഛനൊക്കെ വലിയവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് സ്പീഡിൽ കറക്കും. അച്ഛൻ കയറി കഴിഞ്ഞപ്പോൾ ആൾക്കാർ നല്ലോണം കൂടി. അച്ഛൻ കാണാൻ നിൽക്കാൻ വേണ്ടി എന്താ വീഴുമോ എന്നറിയാൻ വേണ്ടിയിട്ട് കൂടുമല്ലോ. എന്തായാലും വീണ കാണാൻ വേണ്ടി, ചമ്മുന്ന കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൂടുമല്ലോ. അപ്പോൾ എല്ലാവരും നിൽക്കുന്ന കാരണം ഞാൻ വീഴില്ല എന്ന് പറഞ്ഞ് ഭയങ്കര അഭിമാനത്തോടെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് പിടിച്ചിരുന്നു. പക്ഷേ വീഴാനൊക്കെ പോകുന്നു അതുപോലെ ആ ചേട്ടൻ ഇട്ട് കറക്കി ഭയങ്കര സ്പീഡായിരുന്നു. പക്ഷെ എന്നിട്ടും ആൾക്കാർ മുന്നേ വീഴാതിരിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് പിടിച്ചിരുന്നാണ് കേട്ടോ. ഒന്നാമത് ആരോഗ്യം അത്ര ഉള്ളവർക്ക് പിടിച്ചിരിക്കണത് ഇരിക്കാനായിട്ട് പാടാണ്. അത് തെന്നിയും പോകും, കാല് ചവിട്ടാൻ കിട്ടത്തുമില്ല. അത് പിടിച്ചിരുന്ന് കേട്ടോ. അതുകൊണ്ട് അത്രയും ആൾക്കാർ അവിടെ നോക്കി നിൽപ്പുണ്ട് ഇപ്പം വീഴോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ആവശ്യം കയറി ഭയങ്കര ഇഷ്ടത്തിൽ കയറിയത്. ആദ്യം ചിരിച്ചൊക്കെ കയറിയത്. ചിരിച്ച് കയറി ലാസ്റ്റ് ആൾ കരഞ്ഞ് ഇറക്കത്തുള്ളൂ. സ്പീഡ് കൂടിയപ്പോൾ ഭയങ്കര സ്പീഡിലൊന്നും കറക്കില്ല, ഞങ്ങൾ പതുക്കെ കറക്കുള്ളൂ. പക്ഷെ ചെരിഞ്ഞൊക്കെ വന്നപ്പം ഭയങ്കര പേടിയായിപ്പോയി. കശിക്ക് പെട്ടെന്ന് മൈൻഡ് അങ്ങ് മാറി. പെട്ടെന്ന് കയറി അയ്യോ വീഴോ ഞാൻ വിട്ടുവോ എന്നുള്ള ഇതായിപ്പോയി കേട്ടോ. ചിരിച്ചിരുന്നവരുടെ ഫേസ് പെട്ടെന്ന് മാറി കേട്ടോ. പിന്നെ ഞങ്ങൾ ലുലുമാളിലൊക്കെ പോയെന്ന് ഞാനും ചിറ്റാമ്മയും പിള്ളേരും അച്ഛനും മാത്രമാണ് പോയത് കേട്ടോ. ലുലുമാളിൽ പോയപ്പോൾ ചിറ്റാമ്മ ഈ മസാജിങ് ഇപ്പോഴാണ് നമ്മുടെ കോട്ടയത്ത് വന്നത്. ഞങ്ങൾ പോയി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയല്ല, തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിറ്റാമ്മയ്ക്ക് ഭയങ്കര എക്സ്പെൻസ് കൊടുക്കാൻ പറ്റി കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ പോയി എല്ലായിടത്തുമൊക്കെ പോയി പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു.